ഹലോ, രാവിലെ തന്നെ വീഗൻ്റെ പ്രോട്ടീൻ പൗഡറും പിന്നെ നമ്മളെ ഇതിലെ കൊളാജൻ, ഇത് വിറ്റമിൻ സി അടങ്ങിയ കൊളാജനാണ്. ഇപ്പം ഞാനിത് രണ്ടും കഴിക്കാൻ തുടങ്ങി. ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നിൽക്കുമ്പോൾ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടായിരുന്നു പ്രോട്ടീൻ പൗഡർ, അതും വീഗൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ്റെ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് നാട്ടിൽ നിന്ന് തുടരാൻ തന്നെ ഞാൻ വിചാരിച്ചു. അപ്പം ഇത് കൊളാജൻ്റെ ടേസ്റ്റ് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടില്ല കേട്ടോ. നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ പച്ചയും ഇട്ടിട്ട് പുറത്ത് പോകാനിറങ്ങി. ഞാൻ കൊണ്ടുവന്ന എൻ്റെ പച്ച ഷർട്ടും ഡെൻമാർക്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായ ഒരു പാൻറ്റാണിത്. ഇത് പിന്നെ അടിപൊളിയാണ്. ഇതിട്ടാൽ ഭയങ്കര ഒരു തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുക. ചൂട് കാലാവസ്ഥയിൽ നമ്മൾ നാട്ടിൽ നിന്നല്ല ഇങ്ങനത്തെ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു തണുപ്പ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ബാഗിൽ അത്യാവശ്യം വേണ്ട കാര്യങ്ങളും പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചു. പിന്നെ ഞാനൊരു അത്തർ പരിചയപ്പെടുത്താം. ഇതിൽ ഇൻഗ്രീഡിയൻസ് നിറച്ചും പൂക്കളാണ് കേട്ടോ. നല്ല സുഗന്ധമാണ്, നല്ലൊരു പ്രകൃതിയിലേക്ക് ഇറങ്ങിയ ഒരു മണമാണ് നമ്മളൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് അനുഭവപ്പെടൽ. ഇത് ചെറിയൊരു ബോട്ടിലാണെങ്കിൽ ഇതിന് നല്ല വിലയുണ്ട്. 200 രൂപയുണ്ട്. ഇച്ചിരി പോലത്തെ ഈ ഒരു നെറ്റിയിലൊക്കെ മുടിയിലൊക്കെ ഇങ്ങനെ പുരട്ടലുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടം അതിൻ്റെ മണം. ഞാൻ റെഡിയായി. അപ്പം ഞാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ തന്നെ എന്നോട് അടിപൊളി എന്ന് പറയുന്നതാണ്. ഞാൻ ഇത് സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസമായി വാങ്ങിയിട്ട്. ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ഇരുട് പോലെ തോന്നുന്നുണ്ട്. ഞാൻ വെള്ള കളറാണ് ചൂസ് ചെയ്തത്. ഇത് രാത്രിയിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തു. ഇങ്ങനെ കയറെല്ലാം കെട്ടിത്തൂക്കി. നമ്മളിവിടെ ചൂടിക്കയർ എന്ന് പറയും. അപ്പം അതിങ്ങനെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുന്നേ വാങ്ങിയതാണ്. ഇതൊക്കെ ഉഷാറായി വരുന്നുണ്ട് ചെടികളെല്ലാം. പിന്നെ നമ്മൾ ഈ മണി കാറ്റ് വരുമ്പം, ഈ മണിയല്ല, ഈ ഒരു 5 സാധനമില്ലേ എന്നതിന് പറയാം, അതിങ്ങനെ കിലിങ്കിലും ഒച്ച വരും. അപ്പം നല്ല വെയിൽ വരാൻ തുടങ്ങി. എൻ്റെ സ്കൂട്ടർ അത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായില്ലല്ലോ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ. അതൊക്കെ ശരിയാക്കി എടുത്തു. കുറച്ച് പൈസയൊക്കെ പോയി. ഇപ്പോൾ സ്കൂട്ടിയൊക്കെ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് വരാം.